2018 ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ത്രില്ലറിൽ ഒന്നായിരുന്നു രാക്ഷസൻ. മലയാള സിനിമാ പ്രേക്ഷകരുടെയും വലിയ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു ഇത്. തിയേറ്ററിൽ 100 ദിവസം പൂർത്തിയാക്കിയ ചിത്രം വിഷ്ണു വിശാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ രണ്ടാം ഭാഗം അടുത്ത വർഷം എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നടൻ. ഐശ്വര്യലക്ഷ്മി നായികയായ ഗാട്ടാ ഗുസ്തിയുടെ രണ്ടാം ഭാഗം അണിയറയിലാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. സൈക്കോളജിക്കൽ ത്രില്ലറായ രാക്ഷസനിലെ അമല പോൾ ആയിരുന്നു നായികയായി എത്തിയത്. വിഷ്ണുവിനും അമല പോളിനൊപ്പം ശരവണൻ, കാളി വെങ്കട്, വിനോദിനി വൈദ്യനാഥ്, രാംദാസ് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ. രാക്ഷസ എന്ന ചിത്രത്തിനായി ജിബ്രാൻ ഒരുക്കിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചർച്ചയായിരുന്നു. 30 കോടിയോളമാണ് രാക്ഷസൻ ബോക്സ് ഓഫീസിൽ നിന്ന് അന്ന് നേടിയത്. ക്രിസ്റ്റഫൻ എന്ന വില്ലൻ കഥാപാത്രമായി രാക്ഷസനെത്തിയ ശരവണൻ എന്ന നടനിലൂടെ പ്രകടനത്തിന്റെ കയ്യടി ലഭിച്ചിരുന്നു. മുണ്ടാസ് പെട്ടി എന്ന ചിത്രമൊരുക്കിയ സംവിധായകൻ രാംകുമാർ പതിവ് ശൈലിയിൽ നിന്നും വഴിമാറി എടുത്ത ചിത്രമായിരുന്നു രാക്ഷസൻ. ചിത്രം നേരത്തെ തെലുങ്കിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. വെല്ലംകൊണ്ട ശ്രീനിവാസ് നായകനായെത്തിയ ചിത്രത്തിൽ അനുപമ പരമേശ്വരനായിരുന്നു നായികയായെത്തിയത്. രാക്ഷസുഡു എന്ന പേരിലാണ് ചിത്രം തെലുങ്കിലും പുറത്തിറങ്ങിയത്.